ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറഞ്ഞ പ്രോഗ്രാമിനുള്ള ഓരോന്നും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമായിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി ബാക്കി പരിപാടികളൊക്കെ കരിക്കലൊക്കെ നാളാണ്. അപ്പോൾ ഇതൊന്ന് രാത്രി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഉമ്മയും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അടുക്കളയിൽ ആരും കാണുന്നില്ലല്ലേ, സാരില്ല. ഓരോരുത്തരുടെ ക്യാമറ വന്നപ്പം ഒളിച്ചിരിക്കുകയാണ്, ഒളിച്ച് നിൽക്കുക. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോസ് നമുക്ക് ബാക്കിയുള്ള നാളെ എടുക്കാം. കാരണം ഇന്നത്തെ ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. സെറ്റ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ സമയം 11:20. നമ്മളിത് അവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൈലാഞ്ചി പരിപാടി ഉറങ്ങിയില്ല, നല്ല ഉറക്കമുണ്ട്. അപ്പം എന്താ പ്രോഗ്രസ്സിലാണ്. എപ്പോഴാണ് കഴിയാന്നൊക്കെ പഠിച്ചോ എനിക്കറിയാം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ മൈലാഞ്ചിടൽ പരിപാടി കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോട്ടെ. നല്ല ഉറക്കമുണ്ട് ഗായ്സ്. അപ്പം ബാക്കിയുള്ളത് നാളെ കാണാം. എന്ത് പൂവ്? ഐഫന്റെ മാതിരി പൂവാ. ആണുങ്ങള് പിന്നെ പൂവ് വരയ്ക്കൂല, അത് പെണ്ണുങ്ങളാ വരയ്ക്കുക. ഞാൻ മൈലാഞ്ചിട്ട് കയറി. പൂവുകളല്ല കേട്ടോ, പേരാണേ. മൈലാഞ്ചിട്ടോ? ഇതെന്തിനു മൈലാഞ്ചിട്ടതാണ് ഇബോ? വെറുതെ ഇട്ടതാ? മറ്റേത് ഏതാ വേണ്ടി? മറ്റേത് ഇത് നെക്കിക്കണേ, മറ്റേതൊക്കെ നെക്കിക്കണേ. വെച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട് ഗായ്സ്. എന്നിട്ട് ബൈ. ദീദിന്റെ പരിപാടി എന്ന് നാളെ പറയും. ദീദിന്റെ പരിപാടിയായി 12 മണിയായി. ഞാൻ പോയി പോക്കാനോ? സമയം 12 മണിയായിരുന്നു. അവിടെ ഒക്കെ ഇട്ടു. എനിക്ക് അടുത്ത് തോന്നിട്ട് ഞാൻ മലയാളം ഇട്ടിട്ട് പോവാൻ ഗായ്സ്. ഐബകസ്ലാന്ന് പേര് എഴുതി തരാം. എന്താ എനിക്ക് വേണ്ടി? എന്നാ ബടു 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 വടിയൊക്കെ പൂവിട്ടരാം. എന്താ വെറുതെ പിന്നെ നല്ല രസത്തിലുള്ള പൂവാക്കുക.
ഈ ഉച്ചക്ക് വരോ കൊഴുപ്പാക്കട്ടെ ചോണ വരെ പൊയ്പ് വെക്കരുത് കേട്ടോ അയപ്പ് പോക്കൂല. ഞാൻ പോക്കൂല. കൈ ഇങ്ങനെ വെക്ക്, നിർത്തി വെക്ക് കൈ. തൊള്ളറക്കണ് ഇതാ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? ഇത് തോനയക്കുന്നത് ഇനിയും വേണോ? എന്താ ഇതും കൂടെ ഇട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കുത്താണ് കേട്ടോ. ഇപ്പോ നല്ലൊരു ഡിസൈനാണ് ഇപ്പൊ നമ്മള് ചെയ്ത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 7 മണി. രാവിലത്തെ ചായ കുടിക്കുകയാണ്. പ്രൈമറി സെക്കൻഡറി ആയില്ല, എല്ലാവരും ഇപ്പോൾ തട്ടകത്തിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പരിപാടി അതിനെക്കൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പം ഞാനും തിരക്കിലാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പിന്നെ അത് ജോയിൻ ചെയ്യിക്കാൻ. കാരണം മുഴുവനും കംപ്ലീറ്റ് എടുക്കാനൊന്നും കഴിയില്ല, കാരണം നല്ല തിരക്കാണ് ഇവിടെ, ഓരോ പരിപാടിയും പണീസും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ പ്രൈമറി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ്, സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ കുടി, എല്ലാവരും ഇതാ ഓരോ പരിപാടിയിൽ നിൽക്കുകയാണ്. പിന്നെ ഞാനിപ്പം കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോണ്ടയിലവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേക്കിങ്ങിലാണ്. അങ്ങനെ കുനാഫിനോടുള്ള യുദ്ധം കഴിഞ്ഞ് വലിയൊരു കുനാഫ ഇവിടെ ആയിട്ടുണ്ട്. എന്താവെന്ന് പഠിച്ചോഎനിക്കറിയാം, കാരണം എനിക്ക് യാതൊരു പിടുത്തമില്ല. ഞാൻ ഒരുപാട് കാലമായി കുനാഫ ഉണ്ടാക്കിയിട്ട്. അപ്പം ഒരുപാട് കാലമായി കുനാഫ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തോളമായി. അപ്പം എന്താവും ഏതാവെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും വെച്ചിരിക്കുന്ന ഒരു ജിയാൻറ്റ് കുനാഫ എന്നാണ്. അപ്പം നോക്കാം വല്ലതും നടക്കുമെന്ന്. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്താ ചെയ്തിക്കണ്, തട്ടിലേക്ക് മാറ്റി നിന്നിക്കണ്. അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സാധനം സെറ്റായിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് അലങ്കാര പണികൾ മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ കുനാഫ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ സിറപ്പും കൂടെ ഉണ്ടാക്കി ഡെക്കറേഷൻ ടൈമിൽ, മീൻസ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേബിളിലാക്കാം. ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഒരു കല ആണല്ലോ. അപ്പോൾ എനിക്ക് അതിന് മാത്രമല്ല പിന്നെ നോളജ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതാ ഇതുപോലെ വട്ടം നരങ്ങ കുമ്പളങ്ങ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട്. ബാക്കി വന്ന കുറച്ച് പിസ്ത ഉണ്ട്, ഇനി അതെടുത്തിട്ട് ബാക്കി 2 പുഡിങ്ങിലേക്ക്, ഒന്ന് കസ്റ്റർഡ് പുഡിങ്ങിലേക്കും പിന്നെ മറ്റൊന്ന് എന്തെങ്കിലും ഇളനീർ പുഡിങ്ങിലേക്കും ഞാൻ എന്ത് ചെയ്തു, ഡെക്കറേഷൻ ചെയ്തു ഗൈസ്. അതാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഈലേക്കും കൂടെ പറ്റിയാലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, പിന്നെ അവർക്ക് ഓവറാക്കി ചളാക്കട്. ഓൾറെഡി 2 എണ്ണത്തിലേക്കും ഞാൻ ചെയ്തിക്കണം, പിന്നെ ഇതും കൂടെ കോളാക്കണ്ടല്ലോ വിചാരിച്ച് അത് അവിടെ നിരത്തി വെച്ചിക്കണം. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്, സമയമായിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ബാക്കി പരിപാടികളും കാര്യങ്ങളും ഞാൻ നോക്കാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ഞാൻ തന്നെ മസാല തേച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടത്. അപ്പോൾ കിച്ചണിൻ്റെ കോലൊന്നും നോക്കണ്ട, അറിയാലോ എന്തെങ്കിലും പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ അപ്പുറത്തൊക്കെ വാരിയിട്ടിട്ട് എന്താണ് കോലം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു ലുക്ക് പോലെ തന്നെയാണ് ഇപ്പോൾ അടുക്കള കിടക്കുന്നത്. ഒരു നീറ്റുമില്ല, ശരിക്കും ഒരു നാച്ചുറലാണ്. അപ്പം ഇനിയിപ്പം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. നമുക്കിനി മീൻ പൊരിക്കാനും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ബീഫ് ഫ്രൈ, മന്തി, അതുപോലെ തന്നെ ബിരിയാണി, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ്. 12 മണിയാകുമ്പോൾ അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാമി കോഴി പൊരിക്കുകയാണ് ഗൂയ്സ്.
മാമി കോഴി പൊരിച്ചാൽ മാത്രം മതിട്ടോ, ഇടക്കിടക്ക് ഓരോന്ന് ടേസ്റ്റ് ആക്കരുതേ. പരിപാടി എന്ന് പറയല്ലാണ്ട് എന്താ പരിപാടി എന്ന് ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞില്ല. മിക്കവാറും മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ക്യാബേജ് വെട്ടി കൂട്ടുന്ന ആളെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ്. ഇതാ ഇത്താത്തന്റെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ്. അപ്പം പിന്നെ പണി എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം പണി എടുപ്പിക്കുന്നുണ്ട്. നമ്മള് ക്യാബേജ് കരിക്കുന്നുണ്ട്, ലാസ്റ്റ് ഡേ ആയതിനെ കൊണ്ട് നമ്മൾ എന്തായാലും പണി എടുപ്പിക്കുന്നുണ്ട്. സോ അതാ ഞാൻ പോരട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം ഇതാണ് നമ്മളാള് കൂട്ടിക്കൊണ്ടുപോകലിൻ്റെ നാത്തൂനാണ്. അപ്പം അവളെ മുഖത്ത് ഞാൻ കൊത്തുപണികൾ എടുക്കാൻ വേണ്ടി എൻ്റെ മുഴുവൻ കലാവിരുദ്ധം ഞാൻ എടുക്കില്ല, കുറച്ചെടുക്കണേ ഉള്ളൂ. വെറുതെ കുട്ടിക്ക് പോകേണ്ടതല്ലേ, ആൾക്കാർ കാണുന്ന മോശമല്ലേ. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. സിമ്പിളായിട്ടാണ്. കാരണം കൂട്ടിക്കൊണ്ടുപോകലിന് നമ്മളങ്ങനെ പിന്നെ ബ്രൈഡ് ചെയ്യുന്ന മാതിരി ആർഭാടിക്കാൻ പറ്റൂലല്ലോ. അപ്പം നമ്മളെന്തായാലും കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് എന്തായാലും കാണിച്ചിരുന്നതാണ്. അപ്പോൾ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. സാധനങ്ങളൊന്നും നിരത്തിയില്ല, കാരണം വന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ 15 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വെൽക്കം ഡ്രിങ്ക് അവിടെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് കാണിക്കാം. വിശ്രന്തി അടിച്ചേ അതിന്റെ ട്രീറ്റ് തരാനാണ് ആൾക്കാരോട് വിളിച്ചത്. അൻസാർക്കാ കൊല മാത്രമേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ ഒരാളെ സഹായം ചോദിക്കണേ? മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഒക്കെ അല്ലേ? സൗത്ത് ഇന്ത്യ അല്ലേ? ബിരിയാണിയിലേക്ക് തലയിട്ട് നോക്കുന്ന ആൾക്കാരാട്ടൊക്കെ. ബിരിയാണി തിന്ന് സഹായിക്കും. അയ്യോ ബിരിയാണി വേണോ? ആണുങ്ങള് ബുഹാരി അല്ലമ്മ, ബുഹാരി റൈസ്. ഒരു കൊടുവള്ളിയിലാണ് ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ഇറങ്ങുള്ളൂ. ഇവർ കഴിച്ചോട്ടെ. കഴിക്കുന്നു, വെട്ടുന്നു, കൂട്ടുന്നു. ഇവിടെ വേറെ പരിപാടി, മിക്സ് കട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ ബിരിയാണി കൂട്ടുന്നു, മിക്സ് ചെയ്യുന്നു, പാത്രത്തിലാക്കുന്നു. ഇടയ്ക്ക് തിന്നില്ലേക്കും. ഈ കുട്ടിന്റെ കൊഴ കണ്ടാ വിചാരിക്കും പണ്ട് കൽപ്പണിക്കാരനായിരുന്നു. അത്രയും നന്നായിട്ട് പോയി സിമെന്റും കൂട്ടണ മാതിരി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യാൻ പൊള്ളിയാണ്. തകർക്കാണ് ഗായ്സ്. കോരുകാറുണ്ട്. അല്ല ഒരു മഞ്ഞക്കോരി എന്താ സ്പീഡാക്കി
മരിക്കില്ല. തോളിട്ടോ എല്ലാം നിങ്ങൾ എടുത്തോളി. അൻഷിക കോട്ടാഴ്ച പോയി കേട്ടോ. നോക്കി 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 പോയി. ആ ബെൽറ്റ് ഇട്ടുണ്ട്. മാറി അങ്ങനെ ആലും പോലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പെണ്ണ് ചോക്ലേറ്റ് നക്കണ്. ആലും പോലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ജാനിത്താണോ ജാനിത്ത പാത്രം തേച്ചിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ലോഡ് പാത്രം ഉണ്ട് ഗൈസ്. പാവം ജാനിത്താത്ത. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിക്കണ്. പിന്നെ നല്ല എന്താ പറയാ കുറച്ച് ഉള്ളെങ്കിലും പക്ഷെ സംഭവം എന്തായാലും ഉഷാറായിക്കണേ. ഒരുത്തി അവിടെ കഷ്ടപ്പെട്ട് ചോക്ലേറ്റ് നക്കുന്നു ഗൈസ്. അങ്ങനെ നോക്കാം. ഒരു കുറെ സാധനം കൊണ്ടുവന്ന് കേട്ടോ. അവർക്ക് ഞാൻ കാണിച്ചുതരാം. ഒന്നും കൊണ്ടുവന്ന് അൽക്കൊല കൊല മോഷ്ടിക്കാൻ വന്നോളാട്ടത്. അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് പാത്രം കേക്കലും കഴിഞ്ഞ് എല്ലാവരും പോവുകയും ചെയ്ത്. ഇതാ ഇതിന്റെ ഫാമിലി മാത്രമേ ബാക്കിയുള്ളൂ. ഫിദുവോ ഇങ്ങനെ ഉണ്ട് ഇപ്പം എക്സ്പീരിയൻസ്? നല്ല സുഖമുണ്ടോ? നല്ല ക്ഷീണല്ലേ? എന്തായിപ്പോ നല്ല സുഖമുണ്ടോ? ഇത് പിന്നെ തീറ്റ തന്നെ ഉള്ളു മോനെ. കൊയ്ക്കായില്ലേ? അപ്പം ഇന്ന് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് ചാച്ച? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയും ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ ടാറ്റ.
സപ്പോർട്ട് ചെയ്യാം. ബൈ. മറക്കരുത് കൂട്ടുകാരെ. കൂട്ടുകാരെ ബൈ. ബൈ. അടിപൊളി സൂപ്പർ കൊച്ചുകുട്ടിയാ. വെറുതെ